നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ശ്രീകലയുടെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ പെരയ്ക്കകത്ത് കയറി ഇരിക്കാനായിട്ട് ബാലിന് പറ്റിയില്ല. ബാലൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്, കൂടെ ആനന്ദും. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, വേണ്ട, എന്റെ പിന്നാലെ ആരും വരണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ആനന്ദ് സമ്മതിച്ചില്ല. അങ്ങനെ ബാലൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ബാലൻ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല പറഞ്ഞു, ബാല, എന്റെ മോള് നിന്ന് കരയുന്നത് നിങ്ങൾ കണ്ടില്ലേ? എന്റെ മോളുടെ കണ്ണീന്ന് വീഴുന്ന കണ്ണീരല്ല, ചൂട് ചോരയാ വീണോണ്ടിരിക്കുന്ന കണ്ടില്ലേ? ഇത്രയും കരഞ്ഞിട്ടും നിങ്ങളൊരു മനസാക്ഷി ഇല്ലാതായി പോയല്ലോ. ഇത് കേട്ടപ്പോ ബാലൻ രൂക്ഷമായിട്ട് നോക്കണം. അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു, ദേ നിൽക്കുന്ന ഒരുത്തൻ താലി കെട്ടിയവന്, എടാ നിനക്ക് നാണമില്ലേ? നിന്റെ ഭാര്യ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് നീ പൊത്തിനകത്ത് കയറി ഇരിക്കുവാണോ? എടാ നീ ആണാണെങ്കിൽ ഇവളുടെ കൈ പിടിച്ച് നീ അകത്തേക്ക് കയറിപ്പോ. ഇവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം നിനക്കറിയാം. തെറ്റ് ചെയ്ത ഞങ്ങളാണ്. പക്ഷെ നീ ഇപ്പോഴും ഇവളെ കുറ്റപ്പെടുത്തി. നിന്റെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേട്ട് ഒന്നുമല്ലേ, നീ താലി കെട്ടിയ പെണ്ണല്ലാടാ ഇവള്. അതൊക്കെ ഇപ്പൊ കേട്ടപ്പത്തിനും ആനന്ദ് പറഞ്ഞു, മിണ്ടരുത് നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരും ചെയ്തേ അത്രയും പെട്ടെന്നൊന്നും എനിക്ക് മറക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമൊന്നുമല്ല. നാണം ഉണ്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് നിന്ന് ചിലക്കാനായിട്ട്? മര്യാദയ്ക്ക് പോയിക്കോണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ ആനന്ദിനെ തടഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രീകല പറഞ്ഞു, അങ്ങനെ പോവാനായിട്ട് ഉദ്ദേശിച്ചിട്ടൊന്നും ഇല്ല. ഇവളുടെ കഴുത്തിൽ താലി ചാർത്ത് നീ ആണെങ്കിൽ അങ്ങനെ ഇവളെ കൊണ്ട് ഞാൻ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. വെറുതെ ഒന്നും അല്ല ഇവളിങ്ങോട്ടേക്ക് വന്നത്. നിന്റെ ഭാര്യ ഇപ്പോഴും നീ കെട്ടിയ താലി ഇവളുടെ കഴുത്തിൽ കിടക്കണേന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞിട്ട് ശ്രീകല ശ്രീദേവിയുടെ കഴുത്തിൽ കിടന്ന താലി അങ്ങോട്ട് ഉയർത്തി കാണിക്കുകയാണ്. അല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? 4 ആൾ അറിഞ്ഞു കിട്ടിയ താലിയാ. ഒരു ദിവസം അങ്ങോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താ വല്ല പട്ടിയും പൂച്ചയാണോ ഇറങ്ങി പോവാനായിട്ട്? നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അതങ്ങോട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ദേ ഇവിടെ കിടന്ന് അധികം ചിലക്കാതെ നിനക്ക് പോകുന്നാ നല്ലത്. അപ്പോഴേക്കും അകത്തുണ്ടായിരുന്നു ഗോമതി പറഞ്ഞു, ദൈവമേ എന്തൊക്കെ ഇവര് കാണിച്ചു കൂട്ടുന്നേ. നാണം കെടുത്താനായിട്ട് മനഃപൂർവ്വം വന്നേക്കുക. മോളെ ആദ്യം പറഞ്ഞു വിട്ടു, അതിനുശേഷം തന്തയും തള്ളയും കൂടെ വന്നിരിക്കുക. നാണമില്ലാത്ത കൂട്ടങ്ങള്. ഇതുപോലെ ഒരു വീട്ടിൽ നിന്നാണല്ലോ എൻ്റെ ആനന്ദിനെ പെണ്ണെടുത്തെ. അപ്പോഴേക്കും മീനു പറഞ്ഞു, അമ്മ ഒന്നും മിണ്ടാതിരിക്കുക. ശ്രീദേവി ചേച്ചി ചിലപ്പം അവരറിയാതെ ആയിരിക്കും വന്നത്. ദേ വീണ്ടും അവർക്ക് സപ്പോർട്ട് ചെയ്താണ്ടല്ലോ. ഗോമതിക്ക് അങ്ങോട്ട് ദേഷ്യമാണ്. മീനും മിത്രയൊക്കെ പറ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയണേ. പക്ഷെ അതങ്ങ് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് ഗോമതിക്കൊട്ടും പറ്റുന്നുമില്ല. പിന്നീട് ബാലൻ പറഞ്ഞു, മര്യാദയ്ക്ക് മോളെയും വിളിച്ചോണ്ട് പോകാൻ നോക്ക്. ഇവിടെ ഒന്നും അധികം പ്രസംഗം വേണ്ടെന്ന് പറഞ്ഞു. ഉദയഭാനു വന്നിട്ട് പറഞ്ഞു, ബാല, ഞങ്ങൾ അറിഞ്ഞില്ലേ ഇവളിങ്ങോട്ടേക്ക് വന്നേ. ഞങ്ങളിവിടെ അന്വേഷിക്കുമായിരുന്നു അവിടെയൊക്കെ. ആ സമയത്താണ് ഇവിടുന്ന് ഗോമതി വിളിക്കുന്നത്, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേ. അത് കേട്ട് ഞങ്ങൾ വന്നതാ. ഞങ്ങളുടെ മോളുടെ വേദനയൊന്നും മനസ്സിലാക്ക്. അവള് രാത്രിയിൽ ഒരു പോളെ കണ്ണുറങ്ങിയിട്ടില്ല. അവൾക്ക് പറ്റുന്നില്ല. അവൾ ആഹാരം പോലും നേരെ ചൊവ്വേ കഴിക്കുന്നില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടും. ബാലൻ പറഞ്ഞു, അതൊന്നും ഇവിടെ വന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ മോളുടെ കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോണം. എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. അങ്ങനെ പറയരുത് ബാല, പ്ലീസ്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാലനോട് കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ മോള്. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, ബാലച്ച, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ തെറ്റും ചെയ്തിട്ടില്ല. അച്ഛനും അമ്മയും പറഞ്ഞപ്പം എനിക്ക് അവരോടൊപ്പം നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതെൻ്റെ നിവൃത്തികേട് കൊണ്ടാ. എന്നെ പറഞ്ഞു വിടല്ലേ ബാലച്ച. എനിക്ക് വേറെ നിവൃത്തിയില്ല ബാലച്ച. വേണേ കാല് പിടിക്കാം. എനിക്ക് ആനന്ദേണ്ണല്ലാതെ വേറൊരു ജീവിതമില്ല. ആനന്ദേണ്ണോടൊപ്പം അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ബാലച്ച. അതുകൊണ്ടാണ് ഞാൻ പറയണേ. ഞാൻ പറയുന്നൊന്ന് അനുസരിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, പോവാനല്ലേ പറഞ്ഞേ, ഇനി ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. ദേ ഇനി ഇവിടെ നിന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീദേവി പൊട്ടിക്കരയാണ്. ആ സമയത്ത് ബാലൻ പറഞ്ഞു, ഇനി ഇവിടെ നിന്റെ കരച്ചിലും പിടിച്ചിലും ഒന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ശ്രീദേവിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞു. അങ്ങനെ പിടിക്കണ സമയത്ത് ശ്രീദേവി ആനന്ദിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. അത് ബാലൻ കണ്ടു. ബാലൻ പെട്ടെന്ന് ശ്രീദേവിയുടെ കൈ അങ്ങോട്ട് പിടിച്ചു മാറ്റി ആനന്ദിന്റെ കയ്യേന്ന്. ബാലന് വല്ലാത്ത ദേഷ്യമായിരുന്നു ശ്രീദേവിയോട്. ശ്രീദേവിയുടെ കണ്ണ് നിറഞ്ഞുപോയി ആ ഒരു കാഴ്ച. അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു, എൻ്റെ മോളെയും കൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ പോവുക. പക്ഷെ ഒരാഴ്ചത്തെ സമയം തരും. ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ മോളെ നിങ്ങൾ ഇങ്ങ് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിനെന്ത് തീരുമാനം എടുക്കണം എന്ന് എനിക്കറിയാം. ബാലനും കുടുംബവും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കില്ല. ഈ ശ്രീകലയെ പറയണേ. ശ്രീകല ആരാന്ന് നിനക്ക് ശരിക്കും അറിയത്തില്ല. അതും പറഞ്ഞു വെല്ലുവിളി നിർത്തിയിട്ട് ശ്രീകല അങ്ങോട്ടേക്ക് ഇറങ്ങി. ഒരു നിമിഷം ആനന്ദം വല്ലാതെ ആയിപ്പോയി. ശ്രീദേവിയുടെ ആ നോട്ടം. ശ്രീദേവിയെ തന്നെ പറഞ്ഞു വിടല്ല ആനന്ദേട്ടാന്നുള്ള രീതിയിലുള്ള നോട്ടമായിരുന്നു. പക്ഷേ എങ്കിൽ ബാലൻ ആ കയ്യെന്ന് പിടിപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഇത്ര സമയം ഇവരെയൊക്കെ വിശ്വസിച്ച് ഇവരെ തന്നെ വിശ്വസിക്കുന്ന കരുതി വീണ്ടും ഇങ്ങോട്ടേക്ക് വന്ന, പക്ഷെ തന്നെ ആരും വിശ്വസിക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത ശ്രീദേവിയുടെ മനസ്സിലുണ്ടായി. അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സ്ത്രീകൾ വെച്ച്, നിനക്ക് എന്തിന്റെ കേടായിരുന്നടി?
ഇവിടം വരെ എഴുന്നള്ളാനായിട്ട്? നിന്നോട് ആരെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ട് വരാനായിട്ട്? ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിട്ട് വന്നാൽ പോരായിരുന്നോ? മനുഷ്യനെ നാണം കെടുത്താനാണോടി? അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, മോളെ നീ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞങ്ങൾ നിന്നോട് പറഞ്ഞല്ലേ ഇവിടേക്ക് അങ്ങനെ വരണ്ടെന്ന്. ശ്രീകല പറഞ്ഞു, നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് വിടാനുള്ള പരിപാടിയൊക്കെ എനിക്കറിയാം. അങ്ങനെ ഞാൻ വെറുതെ ഇരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ ഇവിടെ വന്ന് നാണം കണ്ട കാര്യം ഉണ്ടായിരുന്നില്ല നിനക്ക്. അങ്ങനെ ഒരു ഓട്ടോറിക്ഷ കയറി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയം ബാലനും എന്തൊക്കെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ മീന് പറഞ്ഞു, അച്ഛാ എന്താണെങ്കിലും ശ്രീദേവി ചേച്ചിയെ വീണ്ടും പറഞ്ഞു വിട്ടാൽ ശരിയായില്ല. ശ്രീദേവി ചേച്ചിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചൊന്ന് കേൾക്കായിരുന്നു. ബാലൻ പറഞ്ഞു, ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനും കേൾക്കാനും ഇല്ല. അതെ, എൻ്റെ മോൻ്റെ ജീവിതം തകർന്നു പോയത്. ഇനി അവൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയെ ഞാൻ നിൽക്കുക. അപ്പോഴാണ് വീണ്ടും എല്ലാവർക്കും വീണ്ടും വിഷമമായിപ്പോയി. അങ്ങനെ കോമതി ദേഷ്യത്തോടെ പോയിരിക്കുമ്പോഴത്തേനും മനസ്സിൽ വന്നിട്ട് പറഞ്ഞു, എന്താ അമ്മേ, ശ്രീദേവി ചേച്ചി പാവമല്ലായിരുന്നോ? ദേവി ചേച്ചിയുടെ ഭാഗത്ത് ന്യായമുണ്ട്. അതുകൊണ്ട് ദേവി ചേച്ചി വീണ്ടും വന്ന് എന്തൊക്കെയോ മനസ്സിൽ പറയാനുണ്ടായിരുന്നു. അതെന്താന്ന് പോലും കേൾക്കാനായിട്ട് തയ്യാറായല്ലോ. ധ്യാനു, നീ മിണ്ടായിരിക്കുക. അല്ലെങ്കിൽ തന്നെ 100 പ്രശ്നങ്ങൾ ഈ കുടുംബത്തിലുണ്ട്. അതിൻ്റെ കൂടെ ഇനി ഇതും കൂടെ, ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീകലയുടെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ കൃഷ്ണമംഗലത്തുള്ളവർ കേൾക്കുന്നുണ്ടായിരുന്നു. അച്യുതന് ഭയങ്കര സന്തോഷമായി. രക്ഷപ്പെട്ടു. ബാലിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാണം കിട്ടുകൊണ്ടിരിക്കണം, നല്ല കാര്യമാണ്. പക്ഷെ ധർമ്മന് ഭയങ്കര വിഷമമായിരുന്നു. ആനന്ദിന്റെ ജീവിതമാണ്. അത് മാത്രമല്ല, ശ്രീദേവിയുടെ ഭാഗത്ത് എന്തോ ഒരു ന്യായമുണ്ടെന്ന് ധർമ്മം വിചാരിക്കുന്നുണ്ട്. കാരണം ശ്രീദേവിയുടെ സ്വഭാവം, ശ്രീദേവി കടയിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്, ബാക്കിയെല്ലാവരോടും പെരുമാറുന്ന. ആദ്യം വന്ന സമയത്ത് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ശ്രീദേവി നല്ല മാറ്റം ഉണ്ടായിരുന്നു. ശ്രീദേവി ആ കുടുംബത്തിൽ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും സ്വന്തം കൂടപ്പുറപ്പുകളെ പോലെ കണ്ടത്. അപ്പം ആ ശ്രീദേവിയുടെ ആനന്ദിന്റെ ജീവിതം താർന്നു പോയിരിക്കുന്നത് അത് ധർമ്മനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു. പക്ഷെ ധർമ്മൻ സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ദേവമംഗലങ്ങളുടെ കാണിക്കുന്ന അച്യുതന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അച്യുതൻ അതിന്റെ പേരിൽ ധർമ്മനുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. നിനക്ക് ചോറ് ഇവിടെ കൂറവിടെയെന്നറിയാം, അതിന്റെ ആവശ്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് നിനക്കൊരു കടയിട്ട് തരും. ആ കടയിൽ ഇരുന്നോണം നീ. പറഞ്ഞു മനസ്സിലായല്ലോ? അല്ല, ദേവമംഗലംകാരുടെ സെന്റിമെന്റ്സും കാണിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് കിട്ടാനുള്ളത് കിട്ടി. നീ എന്താ പറഞ്ഞത്? ബാലൻ ഭയങ്കര ഉദാര മനസ്കനാണ്, മറ്റുള്ളവരുടെ വിഷമം കണ്ടാൽ മനസ്സിലാവുന്നത്. എന്നിട്ട് എന്ത് ചെയ്യടാ, സ്വന്തം മരുമോളെ അടിച്ചിറക്കി വിട്ടത്. അവള് പറയുന്ന കേൾക്കാനുള്ള ക്ഷമ പോലും ഇല്ലായിരുന്നല്ലോ. ബാലനാണ് പോലും നിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ. ഇപ്പോഴാണ്ടെ മരുമോളെ ഇറക്കി വിട്ടു. ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് ബാലനെ ഇറക്കി വിടും. അവന്റെ സ്വഭാവം അതാണ്. അവനെ കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ. അവന്റെ കുടുംബം തന്നെ ഇല്ലാതാവും, ദേവമംഗലം തന്നെ ഇല്ലാതാവും. കൃഷ്ണമംഗലക്കാരോട് കളിച്ചിട്ടുണ്ടെങ്കിൽ കളി എങ്ങനെ ഇരിക്കുമെന്ന് അവൻ പഠിക്കാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ധർമ്മന് ഭയങ്കര വിഷമമായിപ്പോയി. വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ധർമ്മം പുറത്തു പോകുന്ന സമയത്ത് ബാലൻ ധർമ്മനെ കാണുവാണ്. അങ്ങനെ ധർമ്മനെ കണ്ടിട്ട് ധർമ്മനോട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അന്ന് നീ എന്നോട് പറഞ്ഞില്ലായിരുന്നോ, ആ കള്ളത്തരം കാണിച്ച് ആരെന്ന് കണ്ടുപിടിച്ചിട്ട് എൻ്റെ മുന്നിലേക്ക് വാ, അപ്പം ഞാനൊരു തീരുമാനം എടുക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കാണിച്ച ശ്രീദേവിയുടെ അച്ഛനാണ്. അത് ഞങ്ങൾക്കും മനസ്സിലായി. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. എടാ, എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനത്തെ തെറ്റ് സംഭവിച്ചു പോയി. ഇനിയെങ്കിലും നീ വീട്ടിലേക്ക് തിരികെ വരണം എന്നൊക്കെ പറഞ്ഞ് ധർമ്മനെ നിർബന്ധിക്കുവാണ്. പക്ഷെ ധർമ്മൻ തിരികെ പോകാനായിട്ട് കൂട്ടാക്കിയില്ല. ധർമ്മൻ പറഞ്ഞു, എന്താണെങ്കിലും ഞാൻ ഇപ്പോഴങ്ങോട്ടേക്ക് വരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നാളെ ഒരു സമയത്ത് ഇനി ഇതുപോലെ വേറൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോഴെന്നെ പുറന്തള്ളലെന്ന് ആര് കണ്ടു? സ്വന്തം കുടുംബത്തെ പോലെ ഞാൻ സ്നേഹിച്ചേ. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിങ്ങളെ ഞാൻ കണ്ടുകൊണ്ടിരുന്നേ. പക്ഷെ നിങ്ങൾ എന്നോട് ചെയ്ത ചതി അതെനിക്ക് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ധർമ്മനൊരു പോക്കായിരുന്നു. ബാലിന് അടി കിട്ടിയ പോലെ പോയി. ബാലിന് ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. കാരണം കള്ളത്തരം മോഷ്ടിച്ച ആരാ പണം എന്നുള്ള സത്യങ്ങളെ കണ്ടെത്തി അവൻ്റെ മുന്നിൽ ചെല്ലുവാണെങ്കിൽ ധർമ്മം വീട്ടിലേക്ക് തിരികെ വരുമെന്ന് കരുതിയിരുന്ന ബാലൻ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഈ സമയം ശ്രീദേവി തകർന്ന മനസ്സോട് കൂടിയിട്ടാ വീട്ടിലേക്ക് മടങ്ങി വരുന്നേ. ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അത്രയും സമയം ഉണ്ടായിരുന്ന എല്ലാ പ്രതീക്ഷകളും നശിച്ചുപോയി. താൻ പറയുന്ന കേൾക്കാനുള്ള മനസ്ഥിതിയെങ്കിലും അവർ കാണിക്കുമെന്ന് വിചാരിച്ചു. അതുപോലും ഉണ്ടാകാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അതിൻ്റെ കഥകളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.